എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സ്ഥലം കാണിച്ചുകൊണ്ടാണ് അവിടെ ഗോഡ് ആ പയ്യന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ നിന്നെ അറിയാതെ ലൈറ്റിന് വെച്ച് കൊന്നു. എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ആരെങ്കിലും കാണുമെന്ന്. നിന്റെ പേരെന്തുവാണ്? പയ്യൻ പറഞ്ഞു, എന്റെ പേര് മുച്ചിസുക്കി തോയ. നീ സമാധാനമായി ഇരിക്കുന്നുവല്ലോ. ഞാൻ വിചാരിച്ചു നീ പേടിക്കുമെന്ന് നീ മരിച്ചെന്ന് കേൾക്കുമ്പോൾ. തോയ പറഞ്ഞു, ഇതെനിക്ക് റിയലായി തോന്നില്ല, ഞാൻ വിചാരിക്കുകയാണ് ഈ സ്വപ്നമാ കാണുന്നതെന്ന്. ഇനി കംപ്ലൈന്റ് ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. ഗോഡ് പറഞ്ഞു, നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. തോയ പറഞ്ഞു, എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ 15 വയസ്സിൽ മരിക്കുമെന്ന്. ഇനി എനിക്ക് എന്തു പറ്റും? ഗോഡ് പറഞ്ഞു, നിനക്ക് പുതിയ ലൈഫ് തരും. പറഞ്ഞു, എന്തുവാ, അങ്ങനെ പറ്റുമോ? ഗോഡ് പറഞ്ഞു, പറ്റും. നീ ഏത് വേൾഡിലുള്ളതാ അങ്ങോട്ട് വിടാൻ പറ്റത്തില്ല, നിനക്കത് ന്യൂ വേൾഡിലോട്ട് നിന്നെ വിടാം. ഗോഡ് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ? ഞാൻ നിന്നെ അറിയാതെ കൊന്നതിന് എന്ത് വേണമെങ്കിലും പറഞ്ഞു. തോയ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇതെനിക്ക് അടുത്ത ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഗോഡ് പറഞ്ഞു, ശരി, നിനക്കിത് മാജിക് എനർജി വെച്ച് ചാർജ് ചെയ്യാം. തോയ ചോദിച്ചു, മാജിക്കോ? അവിടെ മാജിക് ഉപയോഗിക്കാൻ പറ്റുമോ? ഗോഡ് പറഞ്ഞു, അതൊരു മാജിക്കൽ വേൾഡാണ്, നീയും പെട്ടെന്ന് തന്നെ മാജിക് ഉപയോഗിക്കാൻ പഠിക്കും. തോയ് ഒരു കാര്യം കൂടെ ചോദിച്ചു, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എനിക്ക് വേറെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? ഗോഡ് പറഞ്ഞു, സോറി, നീ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിനക്ക് എന്ത് വിളിയിൽ ഇതിൽ കാണാം നിന്റെ വേൾഡിന് പറ്റിയത്, നിനക്ക് എന്നെ വിളിക്കുകയും ചെയ്യാം. തോയ് പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മുടെ ആനിമെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ണ് തുറക്കുകയാണ് ന്യൂ വേൾഡിൽ. അന്നേരമാണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്തത്. അവൻ ആ കോൾ എടുത്തു. അത് ഗോഡിൻ്റെ ആയിരുന്നു കോള്. ഗോഡ് ചോദിച്ചു, നീ അവിടെ എത്തിയോ? ഞാനൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി. നിൻ്റെ ഫോണിലെ മാപ്പും നാവിഗേഷനും മാറ്റിയിട്ടുണ്ട് ന്യൂ വേൾഡിനനുസരിച്ച്. തോയ പറഞ്ഞു, താങ്ക്സ്. ഗോഡ് പിന്നെ ഗുഡ് ലക്ക് പറഞ്ഞു. പിന്നെ ഫോൺ വെച്ചു. പിന്നെ തോയ മാപ്പ് ഫോളോ ചെയ്ത് സിറ്റിയിലോട്ട് പോവുകയാണ്. തോയ പറയുകയാണ്, സിറ്റി ചെന്നിട്ട് ഞാൻ ഇനി എന്തു ചെയ്യും? എൻ്റെ വേൾഡിലെ പൈസ എനിക്ക് ഉപയോഗിക്കാനും പറ്റത്തില്ല ഇവിടെ. ഒരു കുതിരവണ്ടി അവൻ്റെ അടുത്തോളം പോയി ഫ്രണ്ടിൽ പോയി നിർത്തി. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടി വന്നിട്ട് പറഞ്ഞു, ഈ ഡ്രസ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ ഡ്രസ്സ് എനിക്ക് തരാമോ? ഞാനിതിന് നിനക്ക് പൈസ തരാം. പിന്നെ അയാളുടെ ഷോപ്പിലോട്ട് തോയെ കൊണ്ടുപോയി. തോയയ്ക്ക് ഡ്രസ്സും കൊടുത്ത് പൈസയും കൊടുത്തു. അതിന് പകരം തോയ അയാളോട് ചോദിച്ചു, ഇവിടെ താമസിക്കാൻ വല്ല ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടോ? അയാൾ അങ്ങോട്ട് പോകാനുള്ള വഴി പറഞ്ഞു. ഹോട്ടലിൻ്റെ പേരാണ് ദി സിൽവർ മൂൺ. അങ്ങോട്ട് പോവുകയായിരുന്നു. അന്നേരം അപ്പുറ സൈഡിൽ 2 പേര് ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ആംഗ്ലർ മേടിച്ചിട്ട് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുന്നില്ല. അവർ പറയുന്നത് ഇത് പൊട്ടിയിട്ടുണ്ടെന്ന്. അങ്ങോട്ട് വന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഇത് ആംഗ്ലർ എനിക്ക് തരാമോ, ഒരു ഗോൾഡ് കോയിന് പകരം? പെൺകുട്ടി പറഞ്ഞു, ശരി. ഒരു കല്ലെറിഞ്ഞ് അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അന്നേരം അതിലൊരാൾ തോയെ അടിക്കാൻ വേണ്ടി വന്നു. ആണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഗോഡ് തോയയ്ക്ക് ശക്തികൾ കൊടുക്കുന്നത്. പവറപ്പ് കിട്ടി. തോയ അവനെ ഒറ്റയടിക്കാൻ വീണു. പിന്നെ ആ പെൺകുട്ടികൾക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുത്തു. പെൺകുട്ടികൾ പറഞ്ഞു, താങ്ക്സ് ഞങ്ങളെ രക്ഷിച്ചതിന്. ഇവർ രണ്ടുപേരും ഫുൾ നെയിം പറയിച്ചിട്ട് പാടാം. അന്നേരം ഇവരുടെ ഷോർട്ട് നെയിം നമുക്ക് വിളിക്കാം. പെൺകുട്ടികൾ അവരുടെ പേര് പറഞ്ഞു, എൻ്റെ പേരാണ് എലീസ് എങ്ങർ ടിങ് സിസ്റ്റർ ലിങ്സ്. തോയ പറഞ്ഞു, എൻ്റെ പേരാണ് മുച്ചിസുക്കി തോയ. എലീസ് പറഞ്ഞു, ഇതെന്തൊരു വിചിത്രമായ പേരാണ്. തോയ പറഞ്ഞു, ഇതെൻ്റെ ഫാമിലി നെയിമാണ്, നിങ്ങൾക്ക് എന്നെ തോയ എന്ന് വിളിക്കാം. എലീസ് പറഞ്ഞു, നീ ഏഷ്യൻ എന്നുള്ളതല്ലേ? ഇത്ര ദൂരം നീ ഇവിടെ എന്തിനു വന്നതാണ്? തോയ പറഞ്ഞു, വെൽ, ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ നോക്കുകയാണ്, ദി സിൽവർ മൂൺ. ലിൻസ് പറഞ്ഞു, ഞങ്ങൾ രണ്ടും ആ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവർ തോയെ ആ ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. തോയ അവിടെ 1 മാസത്തേക്ക് റൂം മേടിച്ചു. 2 സിസ്റ്റേഴ്സും ഗിൽഡ് ജോബ് എടുക്കുന്ന കാര്യം പറയുകയാണ്. തോയ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? ഞാനും ജോലി നോക്കുകയാണ്. എലീസ് പറഞ്ഞു, ശരി, നാളെ നമുക്കിവിടെ കാണാം. അടുത്ത ദിവസം തോയയും ടിൻ സിസ്റ്റേഴ്സും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ജോബ് ചൂസ് ചെയ്യാൻ. തോയ്ക്ക് അവിടെ എഴുതിയിരിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. എലീസ് ചോദിച്ചു, നീ എന്തിനും ഡിസൈഡ് ചെയ്തോ? തോയ പറയാൻ, എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നതെന്ന്. എലീസ് പറഞ്ഞു, നീ പഠിച്ചിട്ടില്ലേ? തോയ പറഞ്ഞു, ശരിയാ, ഞാൻ പഠിച്ചിട്ടില്ല. എലീസ് പറഞ്ഞു, ഇതൊരു ബീസ്റ്റ് മോൺസ്റ്ററിനെ കൊല്ലാനുള്ള ജോബാണ്, റിവാർഡായിട്ട് കിട്ടുന്നതാണ് 18 കോപ്പർ കോയിൻ. എലീസ് പറഞ്ഞു, തോയ, എനിക്കതിൽ ശക്തിയുണ്ട്, നിനക്ക് നിങ്ങളുടെ ടീമിൽ ചേർന്നൂടെ? തോയ പറഞ്ഞു, ശരി. അവർ ആ മിഷൻ എടുത്തു. തോയ ഒരു ആയുധമായിട്ടെടുത്തു, കറ്റാന. അവരെല്ലാവരും കൂടെ ഫോറസ്റ്റ് ചെന്ന് ചെന്നായ്ക്കളെ കൊല്ലുകയാണ്. ആ 2 ടിങ് സിസ്റ്റേഴ്സ് മാജിക് ഉപയോഗിച്ച് കൊന്നു. തോയ അവന്റെ കറ്റാന ഉപയോഗിച്ച് കൊന്നു. ഇവരെല്ലാവരും കൂടെ അവരുടെ മിഷൻ കംപ്ലീറ്റ് ആക്കി ഗിൽഡിൽ ചെന്ന് 18 കോപ്പർ കോയിൻ മേടിച്ചു. അവർ 3 പേരും സംസാരിക്കുകയാണ്. എന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാമോ? എലീസ് പറഞ്ഞു, ലിൻസ് നല്ല പഠിപ്പിക്കും. തോയ പറഞ്ഞു, ഒരു കാര്യവും കൂടെ, എന്നെ മാജിക് ഉപയോഗിക്കാൻ പഠിപ്പിക്കാമോ? എലീസ് പറഞ്ഞു, അതിന്റെ കാര്യം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിന്റെ കയ്യിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ലിൻസ് പറഞ്ഞു, എല്ലാവരുടെയും മാജിക് അറിയുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. എനിക്കിന്ന് ആറ്റിറ്റ്യൂഡ് വേണ്ടിയാണ്.
ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ ജനിക്കുന്നവർക്ക് മാജിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തോയ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മാജിക് ഉപയോഗിക്കാൻ പഠിക്കുമെന്ന്. എലീസ് ചോദിച്ചു, അതാരാണ്? തോയ പറഞ്ഞു, അതൊരാളാണ്. എനിക്കങ്ങനെ അറിയാൻ പറ്റും എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുവാന്ന്. ലിൻസ് പറഞ്ഞു, ഇതാണ് സ്പെൽ സ്റ്റോൺ, മാജിക് പവർ റിലീസ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റോൺ എടുത്ത് പറഞ്ഞു, വാട്ടർ. അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നു. അത് എന്നെ എലീസ് ചെയ്തു, അതിൽ നിന്ന് വെള്ളം വന്നില്ല. വാട്ടർ ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നിനക്ക് വാട്ടർ മാജിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ തോയയ്ക്ക് സ്റ്റോൺ കൊടുത്തു. തോയ ആ സ്റ്റോൺ എടുത്തിട്ട് പറഞ്ഞു, വാട്ടർ. അതിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നു. എലീൻസും ലിൻസും ഒരുപാട് ഷോക്കായി. തോയ ചോദിച്ചു, ഇനിയും സ്റ്റോൺ ഉണ്ടോ? ആര് പറഞ്ഞു, ഉണ്ട്. ആദ്യം നമുക്ക് വെളിയിൽ പോകാം. വെളിയിൽ പോയി തോയ എല്ലാ മാജിക്കും ചെയ്തു. ഫയർ, എർത്ത്, വിൻഡ്, ലൈറ്റ്, ഡാർക്ക്നെസ്. തോയ ചോദിച്ചു, എന്തുവാ? എലീസ് പറഞ്ഞു, ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാ മാജിക്കും ഉപയോഗിക്കുന്ന ഒരാളെ. എനിക്ക് 3 മാജിക് ഉപയോഗിക്കാനും അറിയത്തുള്ളൂ. അത് തന്നെ ഒരുപാട് റെയറാ. സൂപ്പറാണല്ലോ. തോയ ചോദിച്ചു, ഈ ലാസ്റ്റ് സ്റ്റോൺ എന്തുവാ? ലിൻ പറഞ്ഞു, ഇതൊരു നൽ മാജിക്കാണ്. തോയ ചോദിച്ചു, ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്? തോയ പറഞ്ഞു, ഗേറ്റ്. വായുവിലൊരു ഓളായി. തോയ്ക്ക് ടെലിപ്പോർട്ടിംഗ് മാജിക് ഉപയോഗിക്കാൻ അറിയാം. അത് കണ്ട് ലിൻസും എലീസും വീണ്ടും ഷോക്കായി. ഓള് കണക്റ്റ് ആകുന്നത് അവർ മിഷൻ ചെയ്ത ഫോറസ്റ്റിലാണ്. എലീസ് പറഞ്ഞു, യൂസറിന്റെ മൈൻഡിലുള്ള സ്ഥലത്തേക്കോ എത്തിക്കത്തുള്ളൂ തോന്നുന്നു. വീണ്ടും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് എലീസ് പറഞ്ഞു, നിനക്കെല്ലാം മാജിക് ഉപയോഗിക്കാൻ അറിയാം, ഭയങ്കര വിചിത്രമാണ്. ലിൻസ് പറഞ്ഞു, നീ ഭയങ്കര അമേസിംഗ് ആണല്ലോ തോയ. തോയ മനസ്സിൽ പറയുകയാണ്, ഇതൊക്കെ നീ ചെയ്യാൻ പറ്റുന്ന ഗോൾ എനിക്ക് ശക്തി തന്നുകൊണ്ടാണ്. അന്നേരം ഹോട്ടലിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ടാണ്, കഫേയിലാണ് ജോലി ചെയ്യുന്നത്. ആ പെണ്ണ് പറഞ്ഞു, ഞങ്ങളുടെ കഫേയിൽ ഒരു പുതിയ ഐറ്റം കൂടെ ആഡ് ചെയ്യണമെന്ന് ഉണ്ട്. വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ പറയാമോ? നല്ലൊരു ഫുഡ്. തോയ അവരുടെ അടുത്ത് ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞു. തോയ ഫോൺ എടുത്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കി. ലിൻസ് ചോദിച്ചു, ഇതെന്താണ്? തോയ പറഞ്ഞു, ഇതെൻ്റെ ഒരു മാജിക്കൽ ഐറ്റമാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി. തോയ പിന്നെ അവർക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ആ പെണ്ണ് പറഞ്ഞു, ഇതെൻ്റെ കാഫേയിൽ ഞാൻ ആഡ് ചെയ്യും. ഇത് നല്ലൊരു ഫുഡാണ്, എൻ്റെ കാഫേ ഒരുപാട് ഫേമസ് ആകും. എലീസ് പറഞ്ഞു, നിന്റെ ഡിവൈസ് കാരണം നീ ഒരുപാട് വിചിത്രമാകുന്നുവല്ലോ. ലിൻസ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരുപാട് ക്യൂരിയസ് ആകുന്നു ഇതിനെക്കുറിച്ച് അറിയാൻ. തോയ പറഞ്ഞു, ഇതൊരു സീക്രട്ടാണ്. എനിക്ക് സന്തോഷമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അത് കാരണം നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റിയല്ലോ. എലീസ് പറഞ്ഞു, എന്തിന്? ഞാൻ മാജിക് പഠിപ്പിച്ചില്ലേ, അതുകൊണ്ട് താങ്ക്സ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.